സകല പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവായ അല്ലാഹു തആല അവന്റെ അടിമകളായ ഓരോ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ മഹത്വമല്ലേ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവിധ അധികാരങ്ങളും പദവിയും കഴിവും ഉള്ളവനായ, എല്ലാത്തിൻ്റെയും മേൽ നിയന്ത്രണമുള്ളവനായ അവൻ സ്വന്തമായി അവൻ ഉദ്ദേശിച്ചാലല്ലാതെ ഒന്നിനും കഴിവില്ലാത്ത വളരെ നിസ്സാരനായ മനുഷ്യരെ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം അവിടെ സങ്കല്പിച്ചു നോക്കൂ, ഒരു ചെറിയ പദവിയിലെങ്കിലും എത്തിയ ഒരു മനുഷ്യനെ കുറിച്ച്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരം ലഭിക്കുമ്പോഴേക്ക് എത്ര പെട്ടെന്നാണ് മനുഷ്യർ അവരുടെ വിനയവും താഴ്മയും എല്ലാം ഉപേക്ഷിച്ച് ആ അധികാരത്തിന്റെ ഗർവിലേക്ക് എത്തുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം തന്നെ എടുത്തു നോക്കാം. പല രക്ഷിതാക്കളും തൻ്റെ മക്കളെ അടിമകളായി കാണുന്നു. അവർ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതേപടി അപ്പോൾ തന്നെ അനുസരിക്കാൻ ബാധ്യസ്ഥരായ ഒരു അടിമകളായി മാത്രം കാണുന്നവരുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരും ആരുടെയും അടിമകളല്ല. ഉടമ ഒന്നേ ഉള്ളൂ, അവനാണ് നമ്മുടെ സൃഷ്ടാവ്. അവന്റെ അടിമയായി മാത്രം ജീവിക്കുക, ഒപ്പം ചുറ്റുമുള്ള അവന്റെ അടിമകളോടെല്ലാം, അത് സ്വന്തം കുട്ടികളാകാം, മറ്റുള്ളവരുടെ കുട്ടികളാകാം, അല്ലെങ്കിൽ നമ്മേക്കാൾ മുതിർന്നവരോ താഴ്ന്നവരോ ആരുമാകട്ടെ, വിനയത്തോടെ ആദരവോടെ പെരുമാറുക. പ്രത്യേകിച്ച് പാരൻസിന്റെ ഡ്യൂട്ടി എന്താണ്? സൃഷ്ടാവിനെ പ്രതിനിധീകരിച്ച് സ്നേഹവും കരുതലും ആദരവും നൽകി മക്കളെ വളർത്തുക. അതിന്റെ ഫലമായി മക്കൾ പേരൻസിന് തിരിച്ചു നൽകുന്നതാണ് അനുസരണ. അതൊരിക്കലും പേരൻസിനോടുള്ള ഭയത്തിൽ നിന്നും വരേണ്ടതല്ല, മറിച്ച് പേരൻസിൽ നിന്നും അവരനുഭവിച്ച ആ സ്നേഹമാണ് അനുസരണയായി അവർ തിരിച്ചു നൽകുന്നത്.